ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. നമ്മളെ ഫാമിലിയിൽ നമുക്കിന്നൊരു കല്യാണം ഉണ്ട്. അങ്ങനെ നമ്മൾ ആ കല്യാണത്തിന് പോവാം കേട്ടോ. അവിടെ എത്തിയതിന് ശേഷം ഞാൻ റിഫ പിന്നെ നമ്മളമ്മമാരൊക്കെ വന്നിട്ടുള്ളൂ. ഇനി ഷാന ഓലൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കണ്ടപ്പം അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പിന്നെയാണ് ഈ എൻട്രൻസിലത്തെ ബോർഡ് കണ്ടത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് തന്നെ അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് ഈ കൈമുട്ടിപ്പാട്ടിൻ്റെ ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ ഈ അണിഞ്ഞൊരുങ്ങി വന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണ്ടേ. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ ഫോട്ടോസ് എടുക്കാമെന്ന് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞാനാണ് പിന്നെ ഇവരെല്ലാവരും ക്യാമറമാൻ. അങ്ങനെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കും. പക്ഷേ ആരും എനിക്ക് നല്ല ഫോട്ടോ എടുത്തില്ല. അത് എൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇത്രയും പൊരിഞ്ഞ വെയിലത്ത് ഇങ്ങനെയൊക്കെ ഇവർക്ക് ഫോട്ടോ എടുത്തെടുത്തിട്ട് എന്താ കാര്യം? എനിക്ക് ആരും നല്ലൊരു ഫോട്ടോ എടുത്തരില്ല. എന്താ ചെയ്യാനല്ലേ, പഠിച്ചോ എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കൂലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിരിക്കണല്ലോ, ആയിഷയാണ് നമ്മളെ മെയിൻ ക്യാമറമാൻ. എന്തെങ്കിലും പരിപാടിക്ക് പോയി ആയിഷയ്ക്ക് ഫോൺ കൊടുത്ത് ആയിഷ എല്ലാം നല്ലോണം ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നോളും. അപ്പോൾ ഈ വീഡിയോസൊക്കെ ആയിഷ അങ്ങനെ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി അകത്തേക്ക് വരും. പിന്നെ അകത്ത് കുറച്ച് നേരം ഇരിക്കും, പിന്നെയും പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ ആയിട്ട് നമ്മളെ തന്നെ ഒരു കുറേ പ്രാവശ്യം വെൽക്കം ചെയ്തിരിക്കണം. എന്ത് ഇത് പിന്നെ റിഫ പുതിയതായിട്ടൊരു കമ്മൽ മേടിച്ചപ്പം അതിൻ്റെ ഒരു ഷോ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇരിക്കുന്നത് പെണ്ണിൻ്റെ ആൾക്കാർക്ക് വരുമ്പം ഇരിക്കാനുള്ള സ്ഥലത്താണ്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വേഗം സീറ്റിരിക്കാൻ വേണ്ടി വേഗം അവിടെ പോയിരുന്നപ്പോഴാണ് നെക്സ്റ്റ് മനസ്സിലാക്കിയത് അത് പെണ്ണിൻ്റെ വീട്ടുകാർ വന്നപ്പോൾ ഇരിക്കുന്ന സ്ഥലമായിരുന്നു. ലാസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സീറ്റ് പോയി, ബാഗ് കിട്ടില്ല. അപ്പോഴാണ് കേട്ടോ ബ്രൈഡൽ എൻട്രി. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോഴാണ് അമ്മു പറയണത് ഓൾക്ക് നമ്മളെ ഫറൂഖിൽ പുതിയൊരു പാർക്ക് വന്നിക്കണ്, അവിടെ ഒക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അവിടെ കുറച്ച് കുട്ടികളെ റൈഡ്സൊക്കെ ഉണ്ട്. അമ്മക്ക് പ്രത്യേകിച്ച് പറയാൻ വല്ലാണ്ടൊന്നും അവിടെ ഇല്ല. ജിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾക്കാണ് കുറച്ചും കൂടി അവിടെ പോയാൽ മുതലാവുക. അതിനെക്കൊണ്ടാണ് ഓൾ അങ്ങനെ അപ്പനെ വലിച്ചവിടെ കൊണ്ടുപോകണം. എന്താണ് റിവർ വേൾഡ്, നമ്മൾ വിസ്മയ എന്നൊക്കെ വേണ്ടി മക്കളെ അങ്ങോട്ട് കൊണ്ടുവരാം. നമ്മളൊക്കെ ചെറുതാകുമ്പോൾ വിശ്വസിച്ചു, ഇനിയിപ്പോഴത്തെ മക്കൾ വിശ്വസിക്കില്ല. ക്ലിയർ വയ്ക്കുമ്പോൾ അത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഈ ഒരു ജിപ്പ് ലൈനാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടില്ല ഇനി, പക്ഷേ എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇമ്മ അതിലൊക്കെ കയറണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണ് കയറിയിട്ട് ഓൾ പകുതിക്കൽ വെച്ച് സ്റ്റക്ക് ആവണത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് പേടിച്ചുപോയി. അങ്ങനെ പിന്നെ ഉമ്മ പറഞ്ഞാൽ എന്നാൽ എനിക്ക് കയറണ്ടെന്ന്, എന്തായാലും പേടി ഒടിഞ്ഞു പോയതാണ്. പിന്നെ ഈ ഒരു സ്പീഡ് ബോട്ട് ഉണ്ട്. സ്പീഡ് ബോട്ടൊക്കെ നല്ല വെർത്തായിട്ടുള്ള സംഭവമാണ്. ഒരാൾക്ക് 150 റുപ്യാണ് സ്പീഡ് ബോട്ട്. 2-3 റൗണ്ട് എന്തോ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഇതാണ് ആ ഒരു പാർക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയാൽ വേറൊരു പാർക്കും കൂടി ഉണ്ട്. അത് നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ കാണിച്ചിരിക്കണേ. നമ്മൾ ആദ്യമൊക്കെ അത് തുറന്ന സമയത്ത് എല്ലാ ആഴ്ച നമ്മൾ അവിടെ പോകലുണ്ട് ഇനി അങ്ങനെ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ആ പാർക്ക് കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഫറൂഖ് ഒരു പുതിയ പാർക്കുണ്ട്. പാർക്കിൻ്റെ പേര് റിവർ വേൾഡ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കാം. സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ റൈഡുകൾ. പ്രൊമോഷൻ കൊടുക്കുകയാണ്.
സിപ്പ് ലൈൻ ഉണ്ട്. ഇപ്പം അവിടെ സിപ്പിൽ ഒരു പെണ്ണ് അവിടെ നടുവ് കുടുങ്ങിയിട്ടുള്ളൂ അല്ലേ? അവർ നമ്മൾ കയറണം വിചാരിച്ചത് ഇനി എല്ലാവരും മുന്നിൽ ഇതിനെ എളിയണേ. അതുവരെ ഒന്നും കയറില്ല എന്ന് പറഞ്ഞ അമ്നുവിന് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു റൈഡ് ഉണ്ട്, അതിൽ കയറണം എന്ന് പറഞ്ഞിട്ടോ. ഈ ഒരു കാണുന്ന ഈ ഒരു സ്പോഞ്ചിൻ്റെ സംഭവം, അപ്പോൾ അതിൽ കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിരിക്കുന്ന ഈ ഒരു പാറ, അത് സത്യം പറഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പാറാണ്. പക്ഷെ കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, ഒറിജിനലിനെ വെല്ലണ സംഭവമാണ്. പക്ഷെ നല്ലോണം സ്ലിപ്പ് ആവുന്നുണ്ട്. നമ്മൾ ഹീൽസ് ഇട്ടപ്പോൾ കയറിയപ്പോൾ ചെറുതായിട്ട് വെക്കാൻ പോയി. അതിനെക്കൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ നമ്മൾ ഹീൽസ് അയച്ചിട്ടിട്ടാട്ടോ ഇറങ്ങിയത്. ഇവിടെ അമ്യൂസിന് ആ സാധനം കണ്ടോ, ആ മക്കൾ ഇതാക്കണ സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നു കേട്ടോ. അപ്പോൾ നാഴ്ച ടിക്കറ്റ് എടുക്കാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതാ പോവാ കേട്ടോ. അവിടേക്ക് ടിക്കറ്റ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കഴിച്ച് അമ്യൂസ് അതിൽ കയറാം കേട്ടോ. ഇതിലാണോ കയറണം എന്ന് പറഞ്ഞത്? പോയി വിടുത്തല്ലോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ സത്യമായിട്ട് എനിക്കൊരു ഇഫൊക്കെ തോന്നി. എന്താ വെച്ചാൽ നമ്മൾ ചെറിയ മക്കളാവുമ്പോഴൊക്കെ ഇങ്ങനത്തെ പാർക്കിലേക്കൊക്കെ വന്നാൽ ഈ ഇപ്പം ഇരിക്കണ പോലെ നമ്മൾ ഇരിക്കൂലല്ലോ, എല്ലാത്തിലും കയറി കളിക്കില്ലേ. ഇതിപ്പം ചെറിയ മക്കളാണെന്നെങ്കിൽ നമ്മളിതൊക്കെ മുതലാക്കിയിട്ടുണ്ടാവും. ഇപ്പം വലുതായതിനെ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് ഇതൊക്കെ കണ്ടിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഒരു റൈഡിലും ഇവർ നമ്മളെ കയറ്റൂല. കാരണം ഇതിനൊക്കെ ഓരോ ഏജ് ലിമിറ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ നമ്മളെ ഏജൊന്നും ഇതിന് പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മക്കളൊക്കെ കയറുന്നതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിരിക്കുക. മേടിക്കാൻ പോവാണ്. എന്താ റിഫൈ പറഞ്ഞേ? ഇവിടെയുള്ള സ്റ്റാഫുകളെ കാണാൻ അടിപൊളി രസമല്ലേ. കൊറിയ, അതൊക്കെ കൊറിയൻ ഗേൾസ് ആണ്. ചൈന ആണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. അതന്നെ നല്ല ക്യൂട്ട് ഗേൾസ്. അങ്ങനെ ഗൈസ് നമ്മൾ എയിൻ്റെ വെള്ളം വാങ്ങിയിട്ട് ഇതാ പോവാണ്. പിന്നെ അമ്മയൊന്നായിരുന്നു ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ. ഇതിന് പിന്നെ ടൈം ലിമിറ്റ് ഇല്ല. ബാക്കി എല്ലാ റൈഡ്സിലും ടൈമൊക്കെ ലിമിറ്റ് ഉണ്ട്. ഇത് നമുക്ക് കൊയങ്ങണ വരെ കളിക്കുക, പക്ഷെ അത് വേഗം കഴിയും. ചാടിയാൽ എല്ലാവരും കൊയ്യല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോണ വഴിക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.